ലഹരിമുക്ത കേരളം ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന പോലീസിന്റെ പ്രത്യേക ദൗത്യം ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് ഇനി കൂടുതൽ ജനകീയമാവുന്നു. ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന ഈ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ കൈകോർത്തു. ലഹരി മാഫിയക്കെതിരെയുള്ള ഈ വൻ ദൗത്യത്തിൽ ഇനി മോഹൻലാലും ഒരു തൂഫാൻ വാരിയറാണ്. കേരളത്തിലെ ലഹരിയുടെ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പും കേരള പോലീസും നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ദൗത്യത്തിന് ഇനി ലാലേട്ടന്റെ കരുത്ത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ദൗത്യത്തിന്റെ നോഡൽ ഓഫീസർ IG പുട്ട വിമലാദത്യ എന്നിവരുമായി താരം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെയുള്ള ഈ നീക്കത്തെ വലിയൊരു ജനകീയ മുന്നേറ്റമെന്നാണ് മോഹൻലാൽ വിശേഷിപ്പിച്ചത്. തന്റെ മാതാപിതാക്കളുടെ സ്മരണാർത്ഥം പ്രവർത്തിക്കുന്ന വിശ്വശാന്തി ഫൗണ്ടേഷൻ രൂപകൽപ്പന ചെയ്ത സേ നോ ടു ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പദ്ധതിയുടെ രൂപരേഖ മോഹൻലാൽ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ലഹരിമുക്തിക്കും പുനരധിവാസത്തിനുമായി ഫൗണ്ടേഷന്റെ പൂർണ്ണ സഹകരണം അദ്ദേഹം ഉറപ്പു നൽകി. കൂടിക്കാഴ്ചയിൽ മോഹൻലാലിന് ആഭ്യന്തരമന്ത്രി ആമെ തൂഫാൻ വാരിയർ എന്ന ബാഡ്ജ് സമ്മാനിച്ചു. സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഞങ്ങൾ ചെയ്തിരിക്കുന്ന പ്രോജക്റ്റാണ്. എപ്പോഴെങ്കിലും തീർച്ചയായും അതിനകത്തൊരു ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് കേരള പോലീസുമായിട്ട് ചേർന്നിട്ട് എന്ത് രീതിയിലുള്ള സഹായം മോഹൻലാലിനെ പോലെ സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു താരം ഒപ്പം ചേരുന്നത് ലഹരിവിരുദ്ധ പോരാട്ടത്തിന് പുതിയ ഊർജ്ജം നൽകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻഷ്യൽ മേഖലകൾ എന്നിവ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം ശക്തമാക്കുമെന്നും പൊതുജന പങ്കാളിത്തത്തോടെ തൂഫാൻ വാരിയേഴ്സ് രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഈ വേട്ട തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം.